ക്രിസ്തുവിലും പരിശുദ്ധ കന്യകാമറിയത്തിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഖ്യ കാർമ്മികൻ ആൻസനച്ച, ഈ വികാരി ലിബിനച്ച, ഈ ഇടവകയുടെ പുത്രൻ റോഷിയച്ച, ഇന്ന് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഡെലീന ഷിബു, ലീലാമ്മ, ഇവരുടെ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. സ്നേഹത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആ സ്നേഹത്തെ കൂടുതലായിട്ട് അനുഭവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. സ്നേഹത്തിൻ്റെ വേദന അനുഭവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം നൽകിയ വേദനയിൽ വേദനയില്ല എന്ന് നമ്മളെ കാണിച്ചു തന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആ സഹനത്തിൻ്റെ പാതയിലൂടെ നടന്നപ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ആയിരുന്നപ്പോൾ, ഈശോ തൻ്റെ അന്ത്യ നിമിഷത്തിൽ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഏൽപ്പിക്കുകയാണ്. നമ്മിൽ കൈമോശം വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നൈർമല്യത, ശിശുസഹജമായിട്ടുള്ള നൈർമല്യത, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൈർമല്യതയെ വീണ്ടെടുത്ത് തരാനായിട്ട് നമുക്ക് സ്വർഗം കനിഞ്ഞ് നൽകിയ കൃപയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം നൽകിയതാണ് നമുക്ക് അമ്മയായിട്ട്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും അല്ലെങ്കിൽ ആ ഒരു കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട്, ഒരു ആത്മീയത, ഒരു നൈർമല്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം കനിഞ്ഞു നൽകിയതാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തെ. നഫ്താലി എന്ന ഒരു റബ്ബി ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കാവൽക്കാരൻ ഒരു ഭവനത്തിൻ്റെ, ഏതോ ഒരു യജമാനൻ്റെ ഭവനത്തിന് കാവൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ കാവൽ നിൽക്കുകയാണ്. സന്തോഷത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ കാവൽ നിൽക്കുക, വളരെ സന്തോഷത്തോടുകൂടെ. അങ്ങനെ ആരും വാച്ച്മാന്മാരും നിൽക്കാറില്ലല്ലേ, പാട്ടൊക്കെ പാടി ഏത് വാച്ച്മാൻ ഇത് സേവിക്കണം അല്ലേ, നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര സന്തോഷമാണ്, ആഘോഷത്തോടു കൂടിയാണ് സേവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊരു കൗതുകം തോന്നിയിട്ട് ഈ റബ്ബി അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? അപ്പോൾ ഈ സേവകൻ മറിച്ചൊരു ചോദ്യം തന്നെ ചോദിക്കുക, താങ്കൾ ആരെയാണ് സേവിക്കുന്നത്? താങ്കൾ ആരെയാണ് സേവിക്കുന്നത്? അപ്പോൾ ആ റബ്ബിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, നീ ആരോടാ സംസാരിക്കുന്നത്? ഒരു റബ്ബിയാണ്, ഞാനൊരു റബ്ബിയാണ് അല്ലേ, ഞാൻ യഹോവയെയാണ് ആരാധിക്കുന്നത് അല്ലെങ്കിൽ സേവനം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു നിമിഷം സ്റ്റക്കായി പോവുകയാണ്. താനായിരിക്കുന്ന അവസ്ഥയും താനായിരിക്കേണ്ട അവസ്ഥയും തമ്മിലുള്ള അന്തരം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. താനായിരിക്കുന്ന ഈ അവസ്ഥയും താനായിരിക്കേണ്ട അവസ്ഥയും തമ്മിലുള്ള അന്തരം വളരെ ശോചനീയമായിട്ടുള്ള, അല്ലെങ്കിൽ ആത്മീയതയിൽ കുറേയൊക്കെ പിന്നോക്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം വീണ്ടും ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുകയാണ്, ഇനി മുതൽ നീ എന്നെ സേവിക്കാമോ? നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യാമോ? എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ. ഞാൻ ആരെയാണ് സേവിക്കുന്നത്, അല്ലെങ്കിൽ സേവിക്കുന്നത് ആരെയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ ആത്മീയതയുടെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്, ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്, എവിടെയാണ് ആയിരിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കന്യകാമറിയം നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ ഈ ആത്മീയതയുടെ ആ താളം തെറ്റാതെ എവിടെ ആയിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കും. പ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നാം വചനങ്ങളിലൂടെ കേട്ടു. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ്. ആ കൃപ കണ്ടെത്തിയത് എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ടുള്ള ആ കൃപ, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ഞാൻ ആയിരിക്കേണ്ടത് എന്നുള്ള കൃപ, ആ കൃപ കണ്ടെത്തിയവളാണ്. ആ കൃപ കണ്ടെത്തിയവൾക്ക് പിന്നെ അവളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ഒന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം കാണിച്ചു തരുന്നത്. തൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ആരെയാണ് ഞാൻ സേവിക്കുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഇഷ്ടം മാറ്റം. നമുക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. പല ഇഷ്ടങ്ങൾ, നമ്മുടെ ജോലിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഭവനത്തിൻ്റെതായുള്ള പഠനത്തിൻ്റെതായിട്ടുള്ള മറ്റ് ആഗ്രഹങ്ങളൊക്കെ പല ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ ഒന്നിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ തൻ്റെ ജീവിതം തന്നെ മാറ്റിവെക്കുന്നു പരിശുദ്ധ കന്യകാമറിയം. തൻ്റെ ജീവൻ തന്നെ എൻ്റെ ഇഷ്ടമല്ല, ആ
പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. വളരെ സന്തോഷത്തോടെ ഈ സേവകരെ പോലെ വളരെ സന്തോഷത്തോടുകൂടെ പറയുകയാണ്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഏറ്റവും സന്തോഷത്തോടെ കൂട്ടിക്കണേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എത്രത്തോളം നമുക്ക് സാധിക്കും? എൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് നൽകുന്നവനാണ് ദൈവം എന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്കാണ് ഇപ്രകാരം പറയാൻ സാധിക്കുക, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇത് തന്നെയായിരുന്നു പുത്രൻ്റെ അവസാനത്തെ വാക്കുകളും കുരിശിൽ മരിച്ചുകൊണ്ട്. പിതാവ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഗത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോ പ്രാർത്ഥിക്കുമ്പോഴും ചോര വീർത്ത് പ്രാർത്ഥിക്കുമ്പോഴും, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ. പിന്നെ അടുത്ത നിമിഷത്തിൽ ഈശോ പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളും. എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൾ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ദൈവത്തിൻ്റെ അടുക്കൽ കൃപ കണ്ടെത്തിയവർക്കാണ് ഇപ്രകാരമുള്ള ഒരു ചൈതന്യത്തോടു കൂടിയുള്ള ഒരു പ്രത്യുത്തരം കൊടുക്കാനായിട്ട് സാധിക്കുക. ഫ്രാൻസിസ് പാപ്പ യുവാക്കളോടായിട്ട് ഒരു വാചകം പ്രകാരം പറഞ്ഞിരിക്കും, ദൈവത്തിൽ നഷ്ടപ്പെട്ടവരാവുക എന്നുള്ളൊരു വാചകം. അതായത് ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയാണ് പലയിടങ്ങളിലും. നാം ഇപ്പോൾ എവിടെയാണ്? ഞാൻ ദൈവത്തിൽ നഷ്ടപ്പെട്ടവരാവുക, ദേവാലയത്തിലേക്ക് നഷ്ടപ്പെട്ടവരാകുക, ദൈവത്തിങ്കിലേ ആയിരിക്കുക. ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടവരല്ല, ദൈവത്തിലേക്ക് നഷ്ടപ്പെട്ട യുവാക്കളും ഒക്കെ ആയിട്ട് മാറാനായിട്ട് സാധിക്കുക. അങ്ങനെ ആ ദൈവത്തോട് ഒപ്പം നടക്കുന്നവർക്ക് തൻ്റെതായ കുറവുകൾ കാണാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ദൈവത്തെ ഹിതം കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഒപ്പം നടക്കുന്നവരെ ദൈവം വളർത്തും, ദൈവത്തിൻ്റെ കൂടെ നടത്തുന്നവരെ ദൈവം വളർത്തും. ജെറമ്യാ പ്രവാചകനോട് പറയുന്നത്, നീ ഭയപ്പെടല്ലേ, ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും. നീ ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും. നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് രക്ഷ കാണിച്ചു തരും. നീ ഭയപ്പെടല്ലേ, നീ ഭയപ്പെടാതിരിക്കുക, സംഭ്രമിക്കാതിരിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൾ, നീ ഭയപ്പെടല്ലേ, നിൻ്റെ കൂടെ നടക്കുന്ന, നിൻ്റെ മുന്നേ നടക്കുന്ന ദൈവമാണുള്ളത്. നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുക. അതിനാൽ ഈ ദൈവകൃപ നിറഞ്ഞവർക്ക് മാത്രമാണ് ആ ദൈവേഷ്ടപ്രകാരം നടക്കുവാനും ഇപ്രകാരമുള്ള ചൈതന്യത്തോടുകൂടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കൂടെ നടക്കാനുള്ള ആ കൃപ ലഭിക്കുകയുള്ളൂ. മോശ വിക്കനായിരുന്നു. മോശ ദൈവത്തോടൊപ്പം നടന്നപ്പോൾ അവൻ്റെ വിക്ക് മാറിയില്ല, പക്ഷേ അവൻ ആ പ്രശ്നങ്ങളെക്കാൾ വലിയ നേതാവായി. സക്കേവൂസിൻ്റെ ഭവനം സന്ദർശിച്ചപ്പോൾ സക്കേവൂസിൻ്റെ ആ പൊക്കക്കുറവ് മാറിയില്ല, പക്ഷേ എന്ത് സംഭവിച്ചു? അവൻ മാറി. ആ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് അവൻ രക്ഷ കൈവന്നു എന്നുള്ളതാണ്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ ദൈവത്തെ സേവിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ ഒപ്പം നടക്കുന്നവർക്ക് എപ്പോഴും ഓർക്കുക, ഈ ലാറ്റിൻ അമേരിക്കൻ ഒരു കവിത പറയുന്നത് പോലെ, ദൈവം നിനക്ക് പ്രശ്നങ്ങളിലേക്ക് നിന്നെ തള്ളിയിടുകയാണെങ്കിൽ ഒന്നുകിൽ അവൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ താങ്ങും, അല്ലെങ്കിൽ നിന്നെ പറക്കാൻ പഠിപ്പിക്കും. ഒന്നുകിൽ ദൈവം തൻ്റെ കരങ്ങളിൽ താങ്ങും, അല്ലെങ്കിൽ പറക്കാൻ പഠിപ്പിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആ ദൈവകൃപ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് കാണാം. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 1 പത്രോസ് 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. എങ്ങനെ? വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ എളിമപ്പെടുന്നവർക്ക് എന്ത് നൽകുന്നു? കൃപ നൽകുന്നു. ദൈവത്തിൻ്റെ കൃപ ആ എളിമപ്പെടുന്നവർക്കാണ് ലഭിക്കുക. എളിമയുള്ള ആ വ്യക്തിത്വങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ കൃപ വളരെ സമൃദ്ധമായിട്ട് നൽകുന്നു. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചു കേൾക്കുന്നു. 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം: എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും
ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മെ പരിശീലിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തത, ഏറ്റവും സമചിത്തതയോടും നീതിനിഷ്ഠയോടും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനായിട്ട് ഈ ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ, 2-ാമത്തെ ലേഖനത്തിൽ 1 അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം കേൾക്കുന്നു: അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചാണ്. വീണ്ടും വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം: പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അപ്പോൾ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. അപ്പോൾ എന്തിന് കീഴിലാണ്? നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അപ്പോൾ പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല. പിശാച് നമ്മുടെ മേൽ ഒരു കാരണവശാലും നമ്മുടെ മേൽക്കോയ്മ ചെലുത്തുകയില്ല. അവസാനമായിട്ട് കൊരിന്ത്യസ്സുകാരുടെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം മുതൽ നാം വായിച്ചു കേൾക്കുന്ന: വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവത്തിൽ അധികം ആഹ്ലാദിക്കാതിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ആ ഒരു സന്തോഷത്തല്ലേ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എനിക്കൊരു മുള്ളുണ്ട്. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. എന്താ പറഞ്ഞ? നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകാനായിട്ട്, അർഹയാകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിനു മുമ്പിൽ എളിമയുള്ളവരാവുക. വിനയത്തിൻ്റെ അങ്കി അണിയുന്നവർക്ക് ആ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിച്ചു കേൾക്കുന്നുണ്ട്: നീ എളിമപ്പെട്ട നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടു. എങ്ങനെ? നീ എളിമപ്പെട്ട നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ കൃപയ്ക്ക് കീഴിലായിരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം എളിമപ്പെടുക എന്നുള്ളത്. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ, ദൈവത്തിൻ്റെ അമ്മയായ, ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ അമ്മ നമ്മോടൊപ്പമുണ്ട്. ആ പരിശുദ്ധ കന്യകാമറിയം നമ്മോടൊപ്പമുണ്ട്. കൂടെ നടക്കുന്നവളാണ്. ആ അമ്മയോടൊപ്പം നമുക്കും നടക്കാനായിട്ട് സാധിക്കുക. ഒരിക്കൽ ഒരു കൊച്ചു കഥയാണ്. ഒരു മകൻ കാട്ടിൽ നഷ്ടപ്പെടുമ്പോൾ അമ്മയും അപ്പനും കൂടെയുള്ളവരൊക്കെ അന്വേഷിച്ചിറങ്ങി. മകനെ കണ്ടെത്തി. മകൻ അപ്പോൾ ഇരിക്കുകയാണ്, ഈ വഴികാട്ടി നക്ഷത്രങ്ങളെ നോക്കി ഇരിക്കുകയാണ്. ഒരു തെല്ല് ഭയവുമില്ലാതെ ഇരിക്കുമ്പോൾ അപ്പനും അമ്മയും അടുത്ത് വന്നിട്ട് ചോദിക്കുക: നിനക്ക് ഭയമില്ലേ, പേടിയില്ലേ? പേടിയില്ലേ? അപ്പോൾ മകൻ പറയുക: അമ്മയല്ലേ പഠിപ്പിച്ചത് ദൈവം കൂടെ ഉണ്ടെന്ന്, ദൈവം നിന്നെ മറക്കില്ല എന്ന് പഠിപ്പിച്ചത് ദൈവമല്ലേ? ദൈവം നിന്നെ മറക്കില്ല. അപ്പോൾ ദൈവം നിന്നെ മറക്കില്ലെങ്കിൽ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം നിന്നെ മറക്കില്ലെങ്കിൽ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത്? ഈ ഒരു മനോഭാവം. ദൈവം നിന്നെ മറക്കുന്നില്ല എങ്കിൽ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം ഈ
സുവിശേഷ വചനത്തിൽ നമ്മൾ ബൈബിളിൽ മുഴുവൻ എടുക്കുമ്പോൾ 365 തവണയാണ് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ 365 ദിവസവും, അതായത് ദിവസം മുഴുവനും ദൈവം പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, കൂടെ നടക്കുന്ന, മുന്നേ നടക്കുന്ന, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്ന സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ വിളി കേട്ടവർക്കാണ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറാനായിട്ട് ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുക. എൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ, എൻ്റെ ഇഷ്ടം മാറ്റുമ്പോൾ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല എൻ്റെ ആവശ്യത്തിനനുസരിച്ച് തരുന്ന ആ ദൈവത്തിൻ്റെ വെളിപാട് കേൾക്കാനായിട്ട് എൻ്റെ ചെവികൾ കാതോർക്കും, എൻ്റെ ഹൃദയം ഒരുങ്ങും. അത്രത്തോളം ആ കന്യകാമറിയം വളരെയധികം ദൈവത്തിന് മുന്നിൽ തൻ്റെ തന്നെ ജീവിതം വച്ചു നീക്കി എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ആ ഒരു എളിമയുള്ളത് കൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിന് 6 മാസമായ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ സേവനം ചെയ്യാനായിട്ട് കടന്നു ചെല്ലുന്നത്. പക്ഷേ വേണമെങ്കിൽ മറിയത്തിന് അങ്ങനെ പോകാതിരിക്കാമായിരുന്നു. കാരണം താനും ഗർഭിണിയാണ്, താനെന്തിനാണ് പോകുന്നത്, താനും സുഖമില്ലാതെ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ പരിശുദ്ധ കന്യകാമറിയം പോവുക, എളിമ ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ്. വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാമായിരുന്നു, താൻ വെറുമൊരു പുത്രനെയല്ല പ്രസവിക്കാൻ പോകുന്നത്, ആരുടെ, ദൈവത്തിൻ്റെ പുത്രനെയാണ്. അപ്പോൾ അവരല്ലേ എന്നെ വന്ന് ശുശ്രൂഷിക്കേണ്ടത്. അങ്ങനെയുള്ള ചിന്ത പോലും വയ്ക്കാതെ ഏറ്റവും എളിമ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ എളിമയുള്ള തിടുക്കത്തിലാണ് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഓടുന്നത്. നമ്മളാണെങ്കിലോ ശുശ്രൂഷ ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കാനോ ഒരു ചെറിയ ഒരു മടി കാണിക്കും. പക്ഷേ ഇവിടെ തിടുക്കത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ആ ഗർഭസ്ഥ ശിശു എന്താ സംഭവിച്ചത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുള്ളിച്ചാടി. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മുടെ ആ തുള്ളിച്ചാടണം. അത്രയ്ക്ക് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിലാണ് ആനന്ദിക്കുക. മറ്റേ സേവകരെ പോലെ സന്തോഷത്തോടുകൂടെ സേവിച്ച ആ ഒരു സേവനം, സന്തോഷത്തോടെ എൻ്റെ ചിത്തം, എൻ്റെ ഹൃദയം, എൻ്റെ ആ ജീവിതം സർവശക്തനായ ദൈവത്തിലാണ് ആനന്ദിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ വചനം ഓർക്കുക. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ കന്യകാമറിയം എപ്രകാരമാണ് ആ കൃപയ്ക്ക് അർഹയായത്, ആ പരിശുദ്ധ കന്യകാമറിയം എന്നെ എങ്ങനെയാണ് ആ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ശിശു സഹജമായ ഒരു നൈർമല്യത സ്വീകരിച്ചുകൊണ്ട് വളരെ എളിമയോടുകൂടി പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ഈശോയുടെ അടുത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈശോയുടെ പാതയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തിൽ ആ ഒരു കൃപയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? ചിരിക്കണം കേട്ടോ, എന്നാലേ ആ കൃപ ഉണ്ടെന്നറിയുള്ളൂ. അല്ലേ? ബലം പിടിച്ചിരിക്കരുത്. എപ്പോഴും ആ ദൈവികമായ കൃപയിൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കാനായിട്ട് സാധിക്കും. തുള്ളിച്ചാടി, ഇപ്പം തുള്ളണ്ട, പിന്നെ വീട്ടിൽ നിന്നിട്ട് തുണ്ടിയാൽ മതി. ആ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്ന് കണ്ടാൽ മുഖത്ത് ആ പ്രസാദമൊക്കെ ഉണ്ട്. ചിലരുടെ അല്ലേ, എല്ലാവരുടെയും തലയിൽ മറ്റേ ഒരു വിശുദ്ധരുടെയൊക്കെ പുറകിലൊരു പഞ്ചസാനം ഒരു കാണില്ലേ, ഒരു ബൾബ്, അതെല്ലാവരുടെയും പുറകിലുണ്ട് കേട്ടോ. ഈ തിരുനാൾ മാത്രമല്ല, അച്ഛൻ പറഞ്ഞ പോലെ എന്നും നമ്മുടെ നോട്ടം ഉന്നതങ്ങളിലേക്ക് ആയിക്കോട്ടെ. ആ വിശുദ്ധിയിലൂടെയുള്ള പാതയിൽ എന്നും ആ ദൈവിക കൃപ ഉള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നീങ്ങാം. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ആ ആനന്ദത്തോടുകൂടെ ജീവിതത്തിൽ മുന്നേറാനുള്ള കൃപാവത്തായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപാവരവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യവും നിൻ്റെ ഭാവനകളിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാവിധമായ കൃപാവരങ്ങളും ഈ തിരുനാളിൻ്റെ എല്ലാവിധ കൃപാവരങ്ങളും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.